നമുക്ക് കൊല്ലത്തേക്ക് പോയാൽ കുലശേഖരപുരത്ത് ലോക്കൽ സമ്മേളനത്തിനിടെയുണ്ടായ കയ്യാങ്കളിക്ക് പിന്നിൽ പുറത്തുനിന്ന് എത്തിയവരെന്ന് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ. വിഷയം പാർട്ടി പരിശോധിച്ച് നടപടിയെടുക്കും. സമ്മേളനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. CPIM എന്ന് പറയുന്ന പാർട്ടി ഒരു സംഘടനാ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പാർട്ടി സമ്മേളനങ്ങൾ വിജയകരമായ നിലയിലാണ് നടന്നിട്ടുള്ളത്. ഏതെങ്കിലും പ്രദേശത്തെ ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ട് ആ പോരായ്മ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന നിലയിലുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തെയും പാർട്ടി അംഗീകരിക്കത്തില്ല. പാർട്ടി കരുത്തോടു കൂടി തന്നെ കൊല്ലം ജില്ലയിലും കേരളത്തിലും ശക്തിയായി മുന്നോട്ട്. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി പല പ്രദേശത്തും പാർട്ടിയുമായി ബന്ധമില്ലാത്തവരും ചിലപ്പോൾ അനുഭാവികളായിട്ടുള്ളവരെല്ലാം കടന്നു വന്നിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പാർട്ടി ശക്തിയായി മുന്നോട്ട് പോയിട്ടുണ്ട്. ജില്ലയിലും ആ നിലയിൽ തന്നെ ശക്തിയായിട്ട് തെറ്റായ ഏതെങ്കിലും പ്രവണത ഉണ്ടെങ്കിൽ അതിനെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ശക്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ദിലീപ് ദേവസ്യ ചേരുന്നു വിവരങ്ങളുമായി. ദിലീപ്, ഇന്നലെ രാത്രിയിലെ കയ്യാങ്കളിക്ക് പുറമെ ഇന്നിപ്പോൾ വിമതർ പരസ്യ പ്രതിഷേധവുമായൊക്കെ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. CPM എങ്ങനെയാണ് ഇത് പരിശോധിക്കാൻ പോകുന്നത്? എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? വിനീത, ഇത്രയും സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പാർട്ടി പ്രവർത്തകർ തന്നെ തമ്മിൽ തല്ലുന്നതും പാർട്ടിയുടെ ടാഗ് കഴുത്തിലിട്ടുകൊണ്ടും പാർട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചും പാർട്ടി നേതാക്കളെ പൂട്ടിയിട്ടും നടക്കുന്ന പ്രതിഷേധങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് പാർട്ടി അംഗങ്ങൾ ടാഗ് ഇട്ട് പുറത്തിറങ്ങി ഞാൻ ഈ പ്രതിനിധിയായിരുന്നു, ഈ സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം പറഞ്ഞ വ്യക്തികളായിരുന്നു ഇന്നലെ പ്രതിഷേധിച്ചത്. പക്ഷേ ഇന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടറി കൊല്ലത്തെ എസ് സുദേവൻ പറഞ്ഞിരിക്കുന്നത് പാർട്ടി ഇല്ലാത്ത ആളുകൾ പുറത്തുനിന്ന് എത്തിയവരാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയത്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പാർട്ടി എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. കൂടാതെ മാധ്യമങ്ങൾ എത്താൻ പാടില്ലാത്ത സ്ഥലത്തെത്തിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മാധ്യമങ്ങളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പക്ഷേ ഇതിന് നമ്മൾ എടുത്തു പറയേണ്ടത്, ഇന്നലെ ആ സമ്മേളനം നടക്കുന്ന നഗരിയിൽ നമ്മൾ എത്തിയിരുന്നു. അവിടെ പൂട്ടിയിട്ടത്, നമ്മൾ പ്രവർത്തകരെ പൂട്ടിയിട്ടത് നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സമിതി അംഗങ്ങളായ സോമപ്രസാദിനെയും രാജഗോപാലിനെയുമായിരുന്നു പൂട്ടിയിട്ടത്. മാത്രമല്ല, ഇവർ പറയുന്ന ആരോപണങ്ങളിലോ അല്ലെങ്കിൽ അണികൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു. ലൈംഗിക ആരോപണ കേസിലുള്ള ഒരാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാക്കി വെച്ചിരുന്നു. ഇതിനെതിരെയാണ് പ്രവർത്തിച്ചത്, ഇതിനെതിരെയാണ് പ്രതികരിച്ചതെന്നാണ് പറഞ്ഞത്. ഇവർ പറയുന്നത് ഈ ലോക്കൽ സെക്രട്ടറിയെ മാറ്റിയാൽ മാത്രം മതി, മറ്റൊന്നും അല്ലെങ്കിൽ മറ്റ് സെക്രട്ടറിമാരെയോ മറ്റാരെയും മാറ്റേണ്ട ആവശ്യമില്ല, ലോക്കൽ സെക്രട്ടറിയെ മാറ്റണമെന്ന ആവശ്യം അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരുന്നു. അദ്ദേഹം ഈ പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല എന്നുള്ളതടക്കം പറഞ്ഞുകൊണ്ട് ഇന്ന് വിമതരടക്കമുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. കൂടാതെ കേട്ടുകേൾവിയില്ലാത്ത മറ്റൊരു സംഭവമാണ്, പാർട്ടിക്കെതിരെ ഒരു പോസ്റ്റർ അടക്കം ഇന്ന് കരുനാഗപ്പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടു. പാർട്ടിയെ നശിപ്പിക്കുന്നു, പാർട്ടിയിൽ ചിലർ കുറുവാ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ള തരത്തിൽ വരുന്ന നോട്ടീസാണ് ഇന്നലെ രാത്രി പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെ പാർട്ടി അതിജീവിക്കുമെന്നാണ് പറഞ്ഞത്. പുറത്തുള്ളവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ ഇന്നത്തെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് മറ്റുള്ള സമ്മേളനങ്ങളും ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വിനീത, ശരി, വ്യക്തമാണ്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകി.